ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട, കറിയും വേണ്ട, കൂട്ടാനും വേണ്ട, ഇത് മാത്രം മതിയാവും. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് സാധാരണ വറ്റൽമുളകും കാശ്മീരി വറ്റൽമുളകും കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് വരണം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഉണക്ക ചെമ്മീനാണ്, അതിന്റെ തലയും വാലൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതും വറുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത ചേരുവകളെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കും. ഫൈനായിട്ട് അരക്കണ്ട കേട്ടോ, തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കൂടെ പുളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് അരഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചെമ്മീനും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഉപ്പും ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ തന്നെ പറ, ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ ചോറിലേക്ക് വേറെ എന്തെങ്കിലും വേണോ? അപ്പേ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.